ടൈപ്സ് ഓഫ് സപ്പോർട്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സ്ട്രക്ചറിനെ താങ്ങി നിർത്താൻ വേണ്ടിയാണ് നമ്മൾ സപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ് സപ്പോർട്ട് ഒരു സ്ട്രക്ചറിനെ താങ്ങി നിർത്തുന്നത്? നമുക്കൊരു ബോൾ കൺസിഡർ ചെയ്യാം. ഈ ബോളിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ ബോൾ മൂവ് ചെയ്യും. ഈ ബോളിനെ ഈ പൊസിഷനിൽ തന്നെ നിർത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഈ ബോഡി ഇവിടെ തന്നെ നിൽക്കും. ഞാനൊരു ഹൊറിസോണൽ ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ച് ഞാനൊരു ഹൊറിസോണൽ ഫോഴ്സ് കൊടുക്കണം. വെർട്ടിക്കൽ ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ തിരിച്ചൊരു വെർട്ടിക്കൽ ഫോഴ്സ് കൊടുക്കണം. ഇനി ഞാനൊരു മൊമെൻ്റ് ആണ് കൊടുക്കുന്നത്. ഞാൻ മൊമെൻ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഞാൻ തിരിച്ചൊരു മൊമെൻ്റ് കൊടുക്കും. എന്നാൽ മാത്രമേ എനിക്ക് ഈ ബോഡിയെ ഈ പൊസിഷനിൽ തന്നെ നിർത്താൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രക്ചറിലേക്ക് വരുന്ന ലോഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫോഴ്സ് കൊടുക്കും. അങ്ങനെ ആ സ്ട്രക്ചറിനെ അവിടെ തന്നെ കീപ്പ് ചെയ്യും. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻസ്. എന്തൊക്കെ രീതിയിലുള്ള മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ സപ്പോർട്ട്സിനെ 3 ക്ലാസിഫൈ ചെയ്തു: ഫിക്സഡ് സപ്പോർട്ട്, ഹിഞ്ച് സപ്പോർട്ട് ആൻഡ് റോളർ സപ്പോർട്ട്. ആദ്യം ഫിക്സഡ് സപ്പോർട്ടിൻ്റെ കാര്യം എടുക്കും. ഫിക്സഡ് സപ്പോർട്ടിന് 3 റിയാക്ഷനാണ്: ഹൊറിസോണ്ടൽ റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ, അതുപോലെ തന്നെ മൊമെന്റ് റിയാക്ഷൻ. അപ്പോൾ ഈ സപ്പോർട്ടിലേക്ക് ഒരു ഹൊറിസോണൽ ഫോഴ്സ് വന്നാൽ ഹൊറിസോണൽ റിയാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ആ ബോഡി അങ്ങോട്ട് മൂവ് ചെയ്യില്ല. ഇതേപോലെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് വന്നാൽ വെർട്ടിക്കൽ റിയാക്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാനൊരു മൊമെന്റ് ഈ സപ്പോർട്ടിലേക്ക് കൊടുത്താലോ തിരിച്ച് റെസിസ്റ്റിംഗ് മൊമെന്റ് ഉള്ളത് കൊണ്ട് ആ രീതിയിൽ സപ്പോർട്ട് മൂവ് ചെയ്യത്തില്ല. രണ്ടാമത് നമുക്ക് ഹിഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഹിഞ്ചിന് 2 റിയാക്ഷൻസാണ് ഉള്ളത്: വെർട്ടിക്കൽ റിയാക്ഷനും അതുപോലെ തന്നെ ഹൊറിസോണൽ റിയാക്ഷൻ. അപ്പോൾ ഞാനൊരു വെർട്ടിക്കൽ ഫോഴ്സ് കൊടുത്താൽ ബോഡി എന്ത് ചെയ്യത്തില്ല? ബോഡി മൂവ് ചെയ്യത്തില്ല. ഞാനൊരു ഹൊറിസോണൽ ഫോഴ്സ് കൊടുത്താലും ബോഡി മൂവ് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ ഒരു മൊമെന്റ് കൊടുത്താൽ അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഹിഞ്ച് സപ്പോർട്ടിനില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സ്ട്രക്ചർ അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഇനി നമ്മൾ മൂന്നാമത്തെ റോളർ സപ്പോർട്ടിൻ്റെ കേസിലേക്ക് വന്നാൽ എന്താണ്? റോളർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഹിഞ്ച് പോലെ തന്നെയാണ്, താഴെ വീല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ഒറ്റ റിയാക്ഷനേ ഉള്ളൂ. ഏതാണ്? വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഞാൻ വെർട്ടിക്കൽ ഫോഴ്സ് കൊടുത്താൽ നമ്മുടെ റോളർ റെസ്ട്രിക്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ ഹൊറിസോണൽ ഫോഴ്സ് കൊടുത്താൽ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കഴിവില്ല, അവിടെ മൂവ്മെൻറ്റ് സംഭവിക്കും. ഇനി ഞാനൊരു മൊമെൻറ്റ് കൊടുത്താലോ അവിടെ റൊട്ടേഷൻ സംഭവിക്കും. ഇതുപോലുള്ള ടോപ്പിക്സുമായി വീണ്ടും കാണാം. ലെവൽ അപ്പ് വിത്ത് സ്കിൽസ്.